ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഗോള കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സിമ്പിളായിട്ട് എന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് മീൻ എങ്ങനെ വറുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയിലയാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അയില എന്താണെങ്കിലും ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വരഞ്ഞ് വെക്കാണ്, മസാലയൊക്കെ ഒന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാലയ്ക്കായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തത്. അതാകുമ്പോൾ അത്യാവശ്യം നല്ല കളറും എരിവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാട്ടോ, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം കാണും. പിന്നെ ഒരു 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് വെറൈറ്റി ആയിട്ട് തോന്നാനായിട്ട് കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരിയോ ചേർത്താൽ മതിയാവും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും ഒരു പേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു നനവോടുകൂടിയാണ് ഞാനിവിടെ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി മസാലയിലേക്ക് നമുക്ക് ഓരോ മീനിനെയും ഇതുപോലെ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മസാലയൊക്കെ മീനിൻ്റെ എല്ലാ വരവിലും അതുപോലെ തന്നെ ഉൾഭാഗത്തേക്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഈ മീനിലേക്കൊന്ന് ഉപ്പും ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെ. അപ്പോൾ ഞാനിവിടെ ആ 20 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ തണുക്കുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പിടിച്ചോളും. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് വേഗം ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മീനിനായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മീനിനെയൊക്കെ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ അരിപ്പൊടിയൊക്കെ നമ്മൾ ചേർത്തേക്കണ കാരണം ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ നന്നായി തളർന്ന പോലെ കിടക്കില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇരുന്നോളും, ഒട്ടും പൊടിഞ്ഞും പോകില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇനി മീനൊക്കെ വറുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കാറുണ്ടായിരിക്കും. എന്താണെങ്കിലും ആദ്യമായിട്ട് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.